ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്, ഹാപ്പിയാണെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. മക്കൾക്കൊക്കെ ഓണത്തിൻ്റെ എക്സാം തുടങ്ങാനായി അല്ലേ? അപ്പോൾ ഇന്നിവിടെ മോനെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവനെ സ്കൂളിൽ വിട്ടിട്ട് വേണം വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നിൽക്കാൻ കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ബെഡ്റൂമിൽ വാൾഡ്രോബിൻ്റെ ഒക്കെ വർക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യലൊക്കെ ആയിരുന്നു 2 ദിവസമായിട്ട് ജോലി. ഇന്നലെ രാത്രി കൊണ്ട് വാൾഡ്രോബൊക്കെ സെറ്റ് ചെയ്യലും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഇതാ ചിക്കൻ കറിയും പുട്ടുമാണ് കേട്ടോ. ചിക്കൻ കറി ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസായിട്ടാട്ടോ ഉണ്ടാക്കുക. പുട്ട് കുറച്ച് വെള്ളം വേണ്ട ഇതാണല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, അപ്പോൾ കുറച്ച് ലൂസായിട്ടാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ മോനെ പറഞ്ഞൊക്കെ ചെയ്തിട്ട് ഞാൻ ബെഡ്റൂം ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ക്ലീൻ ചെയ്യലും ഒന്നിച്ചടിച്ചു വരൊക്കെ ചെയ്തിട്ടാണ് പ്ലാന്റ്സൊക്കെ കൊണ്ടുവന്ന് വെക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെക്കും കേട്ടോ. നമ്മളെ വിൻഡോൻ്റെ അപ്പുറത്ത് പാഷൻ ഫ്രൂട്ട് നല്ലോണം പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം കുറച്ച് കുറവാട്ടോ അപ്പോൾ അകത്തേക്ക്. പക്ഷെ എന്നാലും എനിക്കത് വലിച്ചിടാൻ തോന്നുന്നില്ല കേട്ടോ. മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ ഈ ബെഡിൽ കിടന്നിങ്ങനെ കാണാനൊരു പ്രത്യേക വൈബാട്ടോ. പിന്നെ നിറയെ പാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടുമുണ്ട്. എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. ശശിയേട്ടൻ വരുമ്പോൾ ഒന്ന് വലിച്ച് കെട്ടിപ്പിച്ചൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വലിച്ചിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ റൂമിക്ക് പഴയ പോലത്തെ ഒരു വെളിച്ചം ഇല്ല കേട്ടോ. എന്നാലും അധികം വെളിച്ചം വേണ്ടാത്ത പ്ലാന്റ്സ് വെച്ചാൽ മതി, സർവൈവ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാണാറുണ്ടാവും CC പ്ലാന്റ്. ഇപ്പോൾ ഈ പണി തുടങ്ങിയ സമയത്താണ് അത് നമ്മൾ പാഡിയൊക്കെ കൊണ്ടുവച്ചത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കും. ഒരു സെറ്റ് പാഡിയോയിൽ കൊണ്ടുവെക്കുമ്പോൾ അടുത്ത സെറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാണ് അത്. എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴാണ് അതൊന്ന് മണ്ണൊക്കെ മാറ്റി വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോഴാണ് ചേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. എപ്പോഴും എനിക്കിഷ്ടം അകത്തായാലും പുറത്തായാലും ചെടികളൊക്കെ കാണുന്നതാണ് കേട്ടോ. അകത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ചെടികളൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചിലർ എന്നോട് തന്നെ പറയാറുണ്ട്, അകത്ത് ഇങ്ങനെ ഈ പ്ലാന്റ്സ് ഇങ്ങനെ വെക്കുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന വിസിറ്റേഴ്സിനോ വേണ്ടിയിട്ടല്ലല്ലോ വീട് ഒരുക്കിയിടേണ്ടത്. നമ്മളെ ടേസ്റ്റിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പ്ലാന്റ്സ് വെക്കുക, പ്ലാന്റ്സുകൾ കാണുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സംഗതിയാണെന്നുള്ളത് എൻ്റെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാൽക്കൂടുമോ. ഇത് റബ്ബർ പ്ലാന്റ് ആണ്, വെരിഗേറ്റഡ് ആണ് കേട്ടോ. റബ്ബർ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ. ഈ വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സൊക്കെ, പോത്തോസ് അങ്ങനത്തെ വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്ലാന്റ് ഇതാണ് വെച്ചത്, പിന്നെ ഒന്ന് CC പ്ലാന്റുമാണ് വെച്ചത് കേട്ടോ. 2 പ്ലാന്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും അകത്തേക്ക് പ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ